ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ നമ്പൂതിരി ഉണ്ണിക്കണ്ണന് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. വൈകുന്നേരം 5 മണിയോടെയാണ് ആരംഭിച്ചത്. കൂടെയുള്ളയാൾ ഗുരുവായൂരപ്പന് വെള്ളനിവേദ്യവും പാൽപ്പായസവും തയ്യാറാക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറുകയും ചെയ്തു. ആ മുറിയിൽ തിരുമേനി ഒറ്റയ്ക്കായി. ഭഗവാനെ വിചാരിച്ച് നാമവും ചൊല്ലി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടുള്ള തിടപ്പള്ളിയിൽ തണുത്ത കാറ്റ് കടന്നുപോകുന്നതായി തോന്നി. എന്താണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു മാറ്റം? എന്താണ് അറിയില്ല. ചിലപ്പോൾ മഴ വരാനുള്ള സൂചനയാവാം എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. പെട്ടെന്ന് കളഭത്തിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം പടർന്നു. ഈ സുഗന്ധം ഭഗവാന്റെ ശ്രീകോവിലിൽ എത്തിയാൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്ന് തിരുമേനി ആലോചിച്ചു. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനിടെ 2 തൊളത്തും കുഞ്ഞുകൈ അമർത്തിയതുപോലെ ഒരു അനുഭവം തോന്നി. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിൽ ഇതൊക്കെ തോന്നലാവാം എന്ന ചിന്തയോടെ തുടർന്നിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ കൈ തന്നെ ഒരിക്കൽ കൂടി ശക്തമായി അമർത്തിയതുപോലെയുണ്ടായി. ഭഗവാനെ ഓർത്തുകൊണ്ട് ഉണ്ണിയപ്പം ചുടുമ്പോഴാണ് പെട്ടെന്ന് മേൽശാന്തി ശ്രീകോവിലേക്ക് പോകുന്നത് കേട്ടത്. അടുത്തുള്ള പാത്രം തട്ടിമറിയുന്ന ശബ്ദവും കേട്ടു. പുഞ്ചിരിയുമൊപ്പം കുഞ്ഞ് പാദസ്വരത്തിന്റെ ശബ്ദം. എന്നിട്ട് പെട്ടെന്ന് മാറുകയും ചെയ്തു. ഉണ്ണിയപ്പം ചെമ്പിൽ നിന്നും 5 അടി മാറിക്കിടക്കുന്നു. അങ്ങനെ ഉണ്ണിയപ്പം അവിടെ പോകാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് തിരുമേനി ചിന്തിച്ചു. കണ്ണുകളിൽ നിന്നും ഭക്തിയോടുകൂടിയ കണ്ണീരധാര ധാരയായി ഒഴുകി. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ.